ജീവത്തിനിടയനാമേശുവേ, വഴിയും സത്യവും നീ മാത്രമേ. നിത്യമാം ജീവനും ദൈവപുത്ര, നീയല്ലാതാരുമില്ല. യേശു ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ആരാധനാത്മകമായ ചിന്ത പങ്കുവയ്ക്കുന്നത് കർത്താവിൻ്റെ ദാസൻ അശോക് കുമാർ തിടനാട്. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസ് ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതുല്യ നാമത്തിൽ സ്നേഹ അഭിവാദനങ്ങൾ അറിയിക്കുന്നു. തിരുവെഴുത്തിലെ 3 ഭാഗങ്ങളിൽ നിന്ന് ചില വാക്യങ്ങളിലൂടെ സ്വർഗത്തിലെ ദൈവം എന്നെ ഏൽപ്പിച്ച സന്ദേശം അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 11-ാം അധ്യായം 43-44 വാക്യങ്ങൾ. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 6-ാം വാക്യം. അവനിവിടെയില്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. ദൈവനാമത്തിന് മഹത്വം. ചരിത്രത്തിൽ നടന്നിട്ടുള്ളതും ഇന്ന് ഓരോ ദിനങ്ങളിലും നടക്കുന്നതുമായ സംഭവങ്ങളെ സൂചിപ്പിക്കുന്ന 3 ഭാഗങ്ങളാണ് നാം വായിച്ചത്. 1-ാം ഭാഗം കർത്താവായ യേശു ക്രിസ്തു ബഥാനി എന്ന ഗ്രാമത്തിലെ ഒരു ഭവനം, ആ ഭവനത്തിൽ ക്രിസ്തു ചെല്ലുകയും ആ ഭവനത്തിലുള്ള ഒരു സഹോദരനെയും 2 സഹോദരിമാരെയും സ്നേഹിക്കുകയും ചെയ്തു. പല സന്ദർഭങ്ങളിൽ അവിടെ കർത്താവ് പോയിട്ടുണ്ട്. ദൂരെ ഇരിക്കുന്ന സമയത്ത് ആ ഭവനത്തിൽ നിന്ന് കർത്താവിൻ്റെ അടുക്കൽ ഒരറിയിപ്പുണ്ടായി. കർത്താവ് സ്നേഹിക്കുന്ന ലാസർ രോഗബാധിതനായി കിടക്കുന്നു, മരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ പിന്നീട് മരണം സംഭവിക്കുന്നു. 4 ദിവസം കഴിഞ്ഞ് കർത്താവ് ആ ഗ്രാമത്തിലേക്ക് ചെല്ലുന്നു, ലാസറിനെ ഉയർപ്പിക്കുന്നു. ആ ചരിത്ര സംഭവത്തിൽ കർത്താവായ യേശു ക്രിസ്തു ജീവൻ്റെ ദാതാവും ജീവൻ നിലനിർത്തുന്നവനും തൻ്റെ ഇഷ്ടപ്രകാരമാണ് മനുഷ്യരുടെ നിയന്ത്രണം നടക്കുന്നത് എന്നും തെളിയിക്കുന്ന സന്ദർഭം. എന്നാൽ കർത്താവ് ആ ഭാഗത്ത് തൻ്റെ സ്വഭാവ വൈശിഷ്ട്യം വെളിപ്പെടുത്തുമ്പോൾ അവിടെയുള്ള ലാസറിൻ്റെ സഹോദരിമാരുടെ കരച്ചിലും ആ ഭാഗത്ത് കടന്നു വന്ന ആളുകളുടെ കരച്ചിലുമൊക്കെ കണ്ട് കരയുന്ന ഒരു കർത്താവിനെ നാം കാണുന്നുണ്ട്. എന്നാൽ തൻ്റെ ദൈവിക ശക്തിയിൽ ലാസറിനെ ഉയർപ്പിക്കുന്നു. വികാര അനുഭവങ്ങൾ അവിടെ പ്രകടമാണ്. എന്നാൽ ആ ചരിത്ര സത്യത്തിൻ്റെ മുമ്പാകെ യേശുക്രിസ്തുവിൻ്റെ ദൈവികത്വം പ്രകടമാകുന്നു. കർത്താവിനെ ഞാനും മഹത്വപ്പെടുത്തുന്നു. എന്നാൽ 2-ാം ഭാഗം എഫേസ്യ ലേഖനമാണ്. അവിടെ ഒരു കൂട്ടം മരിച്ച ആളുകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അത് പാപം നിമിത്തമുള്ള ആത്മീക മരണമാണ്. മരണമെന്നുള്ള വാക്കിൻ്റെ അർത്ഥം വേർപെടുക എന്നാണല്ലോ. ആ നിലയിൽ ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയ ഒരു സമൂഹത്തെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ അവരെ ഉയർപ്പിച്ചു.
പ്രിയമുള്ളവരെ, ലാസറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് കർത്താവ് മറ്റുള്ളവരുടെ സങ്കടം കണ്ട് കരയുന്നുണ്ടെങ്കിലും തൻ്റെ വാക്കിനാൽ ലാസർ ഉയർപ്പിക്കപ്പെട്ടു. എന്നാൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ യേശുക്രിസ്തുവിൻ്റെ വാക്കിനാൽ മാത്രമല്ല ആ ഉയർപ്പ് സംഭവിക്കുന്നത്, മറിച്ച് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് അതിക്രമങ്ങളും പാപങ്ങളും, അർത്ഥാൽ എൻ്റെയും നിങ്ങളുടെയും അതിക്രമങ്ങളും പാപങ്ങളുമെല്ലാം ഏറ്റെടുത്തുകൊണ്ട് നാം മരിക്കേണ്ട സ്ഥാനത്ത് നമുക്ക് പകരമായി മരിക്കുന്നു. അങ്ങനെ നമ്മുടെ മരണം ഒരു വാക്കിനാൽ മാറ്റുകയല്ല, ഒരു നിർദ്ദേശത്താൽ നീക്കിക്കളയുകയല്ല, മറിച്ച് നാം അനുഭവിക്കേണ്ട പാപത്തിൻ്റെ ശിക്ഷ മുഴുവൻ നമുക്ക് പകരമായി അനുഭവിച്ച് മരണത്തെ ആസ്വദിച്ച് മരിച്ച് അടക്കം ചെയ്യപ്പെട്ടു. 3-ാമത്തെ ഭാഗം നാം വായിച്ചതുപോലെ കർത്താവായ ക്രിസ്തു പറഞ്ഞു 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അങ്ങനെ തന്നെ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. ലാസറിനെ ഉയർപ്പിച്ചതും ക്രിസ്തുവിൻ്റെ ഉയർപ്പും ചരിത്രത്തിൽ ഒരിക്കൽ നടന്നതാണ്. എന്നാൽ എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിനെ ഒരു വ്യക്തി വിശ്വസിക്കുമ്പോൾ സംഭവിക്കുന്നതാണത്. വ്യക്തിപരമായി രക്ഷിക്കപ്പെടുമ്പോൾ സംഭവിക്കുന്നതും ലോകവ്യാപകമായി ഇന്നും അനേകരുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഉയർപ്പാണ് ആ വാക്യത്തിൻ്റെ ആശയം. പ്രിയമുള്ളവരെ, അവിടെ ചില വാക്കുകൾ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ചുറ്റുവട്ടത്ത് നിൽക്കുന്നവരുടെ കരച്ചിൽ കണ്ട് കരഞ്ഞ് ഉയർപ്പിക്കുന്ന സംഭവമല്ല എഫേസ്യ ലേഖനം 2-1, മറിച്ച് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ കാഠിന്യവും അതിൻ്റെ ശിക്ഷയുടെ ഗൗരവവും അതിൻ്റെ തീവ്രതയും എല്ലാം കണ്ട നീതിമാനായ ദൈവം, ശിക്ഷ വിധിച്ച ദൈവം മനുഷ്യനായി ലോകത്തിലേക്ക് വന്നിട്ട് ഞാനും നിങ്ങളും അനുഭവിക്കേണ്ട ശിക്ഷയിലൂടെ കടന്നുപോയി എന്നിട്ട് മരണത്തെ ആസ്വദിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന ഒരുവനെ ആ അതിക്രമങ്ങളിൽ നിന്നും പാപങ്ങളിൽ നിന്നും ആത്മീക മരണത്തിൽ നിന്നും വിടുവിച്ച് ജീവങ്കലേക്ക് കൊണ്ടുവരുന്നു. ദൈവ പൈതലായിത്തീരുന്നു. ആ വ്യക്തി രക്ഷിക്കപ്പെടുന്നു, നരകശിക്ഷ മാറുന്നു, ആ വ്യക്തി ഉയർത്തെഴുന്നേൽക്കുന്നു, ആത്മീകമായി ജീവൻ പ്രാപിക്കുന്നു. പിന്നീടുള്ള സമാധാനമുള്ള അനുഭവം, ജീവിതം ഒരു നാളിൽ ഇവിടുന്ന് കടന്നു പോകേണ്ടി വരും. അങ്ങനെ കടന്നു പോകുമ്പോൾ ഈ ശരീരത്തിന് മാറ്റം തന്ന് നിത്യതയുടെ തുറമുഖത്ത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനോടുകൂടെ അക്ഷരികമായി ജീവിക്കുന്ന അനുഭവത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഉയർപ്പാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ലാസറിൻ്റെ മരണത്തിങ്കൽ ഉയർപ്പിക്കുമ്പോൾ ഒരു വാക്കിൻ്റെ ശക്തി, നമ്മുടെ ഉയർപ്പിൽ സംഭവിക്കുന്നത് തൻ്റെ മരണത്തിൻ്റെ ശക്തി, ജീവൻ്റെ ശക്തി, ഉയർപ്പിൻ്റെ ശക്തി നമ്മിൽ വ്യാപരിച്ചിട്ട് ആ ചരിത്ര അനുഭവം നമ്മുടെ വ്യക്തിപരമായ ആത്മിക അനുഭവമായി മാറി നാം ദൈവമക്കളായി തീരുന്നു. നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ. ക്രിസ്തു വരും. അന്ന് തൻ്റെ മരണത്തിൻ്റെ അനുഭവത്തിലൂടെ കടന്നുപോയതിൻ്റെ ഫലമായ ഞാനും നിങ്ങളും ഒരുമിച്ച് കർത്താവിനോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് വസിക്കുന്ന ആ കാലത്തെ നോക്കിപ്പാർത്തുകൊണ്ട് ഇവിടെ ജീവൻ്റെ പുതുക്കത്തിൽ തുടരാം. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.